എന്റെ പിരിസത്തെ പാലക്കാരാ 24 കണ്ട നിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ എടുത്തിട്ട് വാട്സപ്പ് എടുത്തിട്ട് ഫേസ്ബുക്ക് എടുത്തിട്ട് നീ നിന്റെ ജീവൻ നിന്റെ ടൈം പാസ് നീ ഉപയോഗാക്കണ്ട. 1.5-2 ഘണ്ടത്തോളം നീ ഓൺലൈനിൽ വെച്ചിട്ട് നിന്റെ ചങ്ങായിമാരുടെ ചാറ്റിംഗ് ആക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലോ നാളെ മരിച്ചിട്ടുണ്ടായങ്ങ ആ ഖബറിൽ പോയി കിടക്കുമ്പോ നമുക്ക് സലാമത്തിന് തരുവന്തരോ അല്ലാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. ഇങ്ങനെ ദുആറുകളുടെ ആൾമാർ അത് നരകത്തിന് സലാമത്താവുള്ള രക്ഷയുടെ തെരുവല്ലേ. പിന്നെയും വിശുദ്ധ ഖുർആൻ ചൊല്ലു അസ്വാബിരീന വസ്വാദിഖീൻ. സ്വാബിരീങ്ങളായ ആൾമാർ ആര്? സ്വാബിരീങ്ങളായ ആൾമാർ പരീക്ഷണം വരുമ്പോ ക്ഷമിക്കാത്ത ആൾമാർക്ക് സാധ്യയില്ല. സബർ വേണോ, ഹൃദയത്തിൽ സബർ വേണോ? ഉമ്മമാരെ, തന്റെ പിരിസത്തെ ചങ്ങായിമാരെ, ഞങ്ങളെ മനസ്സിൽ ക്ഷമ വേണോ? പടച്ചോട് ഞങ്ങളെ പരീക്ഷണാക്കറ. എല്ലാ പരീക്ഷണത്തിലും ഞങ്ങൾ സബർ വേണോ? സബറുന്ന ഹൃദയമാവണോ? പടച്ചോട് തന്ന സീക്ക് അതിലോട്ട് ഞങ്ങൾ ക്ഷമ വേണോ? ഡോക്ടർ മുട്ട പോയപ്പോ ഡോക്ടർ ചൊന്തോ നീ തലനമ്പളാ ചൊന്നിട്ട് നീ ഡോക്ടറെ കാണുക പോയോ? അങ്ങനെ പോയിട്ട് ടെസ്റ്റ് ആക്കി നോക്കുമ്പോ ഡോക്ടർ സീരിയസ് ഇന്ന സീക്ക് അത് വലിയ സീക്കായിട്ട് ഡേഞ്ചർ സീക്ക് ചെന്നിട്ട് നീ ഡോക്ടർ നിക്ക് ഒരു റിസൾട്ട് തരുമ്പോ സ്റ്റേറ്റ്മെന്റ് തരുമ്പോ നീ നിന്റെ കൈ തലയിൽ വെച്ചിട്ട് നീ ആർത്തട്ടഹാസിച്ചിട്ട് അല്ലാ നക്കെന്തികല്ലോ ഇത് തന്നോ ചെന്നിട്ട് നീ ഭൂൾ പൊടുറതല്ല. എന്തിനാ ഒരു മുസീബത്ത് ഒരാളുക ബന്ധുണ്ടായങ്ങ ഡോക്ടർ ചൊന്തു നിക്ക് പനി മാത്രം നിന്റെ കിഡ്നിക്ക് എഫക്ട് ഉണ്ട്. അള്ളാഹു ഞങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ. അള്ളാഹുവേ അത്ര കിഡ്നി പേഷ്യന്റ് ആയി ഹാർട്ട് പേഷ്യന്റ് ആയിട്ട് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അങ്ങനെ ഡോക്ടർ ചൊന്തുണ്ടായങ്ങ അത് കേൾക്കുമ്പോ ഈമാൻ ഇന്ന മനുഷ്യന്റെ ഹൃദയം നാവില് ഫസ്റ്റ് ഭരണായ പളക്കാ. എങ്ങനെ ഡോക്ടർ ചൊന്തു തെല്ല് ഹാർട്ട് തെല്ല് വീക്കുണ്ടു കിഡ്നി തെല്ല് വേക്കുണ്ടു ചൊന്തു. അള്ളാഹു കാക്കട്ടെ. ഞങ്ങൾ ഫസ്റ്റ് കേൾക്കണം. ആ കേട്ട കേക്കല് ഭൂകമ്പായ പോലെ എത്ര ടൈം ആയി. പിന്നെ ഓണക്ക് എന്തുമില്ല, നെനപ്പില്ല. പിന്നെ അവിടെ ബോധം കിട്ട അവിടെ പോണ. പിന്നെ അതിനപ്പുറം എന്തുമില്ല. പിന്നെ പോകുമ്പത്തേക്ക് ഉസാറിൽ പോയാണ്. പിന്നെ ആംബുലൻസിലകത്ത് ആണു കേൾക്കുമ്പത്തൊരു ഷോക്ക്. മുസ്ലിമേ, പടച്ചോനൊട്ടുക്ക് വിശ്വാസമുള്ള ആൾമാർ അങ്ങനെ കണ്ട അങ്ങനത്തെ ഒരു മുസീബത്ത് കേട്ടിട്ടായങ്ങ ഇതാ സ്വാബൽ മുസീബ ഒരു മുസീബത്ത് കേട്ടിട്ടങ്ങ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹ് ഈ മുസീബത്ത് തന്നത് നീയല്ലേ, സീക്ക് തന്നോട് നീയല്ലേ, സീക്ക് നക്ക് വിധിച്ചത് നീയല്ലേ അല്ലാ. ഡോക്ടർ ഇണ്ട് കൊണ്ടായിട്ടുണ്ടായങ്ങ നന്റെ തടിക്ക് ഈ സീക്കയുടെ ഒരു അണു ആ ഒരു അണു വന്നിട്ട് നന്റെ തടിയിൽ വന്നിട്ട് എപ്പ കൂടിരാ അതുക്ക് മുന്നളേ അല്ലാ നീ കണക്കാക്കിയ സീക്കല്ലാണ്ട് രോഗമല്ലാണ്ട് ഒരു രോഗവും നക്ക് പറകില്ല അല്ലാ. ഏത് ഡോക്ടർമാരെ മുട്ട പോയിട്ട് എത്ര കോടി പൈസ ഖർച്ചാക്കിട്ടുണ്ടായങ്ങ അല്ലാഹുവേ ശിഫയാക്കുക നിക്കല്ലാണ്ട് സാധ്യയില്ല. ഷാഫി നീ മാത്രം അല്ലാ ചൊന്നിട്ട് ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള വിശ്വാസത്തിൽ ക്ഷമയുള്ള മനുഷ്യന്മാരാവണോ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മുസ്ലിമായ മനുഷ്യക്ക് സബർ വേണോ, സബർ വേണോ. ഞങ്ങളെ കുടുംബത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ടായെങ്ക ആ മരിച്ചിട്ടുണ്ടായെങ്കിലാ അതിലും ഞങ്ങൾക്ക് സബർ എടുക്കുക ഞങ്ങൾക്ക് ഹൃദയം വേണോ. ഞങ്ങളെ അല്ലാഹു സമ്പത്ത് കൊറടിയാക്കിട്ട് ഞങ്ങളെ ഇഷ്ടം ഞങ്ങളെ തിരിച്ചവയ്ക്കുന്ന ആൾമാരെ മരിപ്പാട്ടിട്ട് അല്ലാഹു പരീക്ഷിക്കുമ്പോ അതിലെല്ലാം സബർ വേണോ. എത്രമാ മനുഷ്യന്മാരെ ചൊക്കാണ്ട് മരിച്ച ഔത്തക്ക് പോയിട്ടുണ്ടായെങ്ക ആ ഔത്തില് ബൂൾപേ ബൂൾപോ അത് എന്തെല്ലാം പിരിച്ചിട്ട് അവന് ചൊല്ലുക ഹലാലും ഹറാമുമായത് ചൊന്നിട്ട് ബൂൾപുഡ്രാക ചില ആൾമാരെ ഔത്തില് മരിച്ചിട്ടുണ്ടായെങ്ക ആ മരിച്ച സ്വന്തം പെഞ്ഞായി മരിച്ച പല്ലങ്ങ് സ്വന്തം മോണ് മരിച്ച ഔത്തക്ക് പോയിട്ടുണ്ടായെങ്ക ഈമാൻ ഇന്ന് ചില മനുഷ്യന്മാര് അങ്ങക്ക് ഞങ്ങൾ തഅസിയത്ത് ചൊല്ലുക വേണമായിട്ട് കണ്ണോക്കുക പോയിട്ടുണ്ടായെങ്ക ഞങ്ങളെ കാണുമ്പോ ഞങ്ങൾക്ക് മനസ്സിൽ സന്തോളാവോട്. എന്തോ പടച്ചോണ് കണക്കാക്കിയതല്ലേ, അല്ലാഹു കണക്കാക്കിയതല്ലേ.